ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കാലത്തും ഒറിജിനൽ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ നമുക്ക് അല്ലാഹു തരുന്ന വീടാണ് സ്വർഗം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരാൾക്ക് എങ്ങനെയാ സ്വർഗം ലഭിക്കുക? സ്വർഗം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഇമാം ഇസ്മായിലുൽ ഹഖി അൽ ബറൂസവി അൽ ഹനഫി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്നത് കാണാം. ആണുങ്ങന്മാരെ ഒന്ന് എഴുന്നേറ്റ്. ഇതാ നമ്മളെ പ്രശ്നം. 2 കാര്യം പറഞ്ഞ ഒന്നേ ചെയ്യുള്ളൂ. റിസാലക്ക് വരി ചേരും, പൈസ കൊടുക്കൂല. നിങ്ങളോട് ഞാൻ പറഞ്ഞത് എഴുന്നേറ്റ് ഇരിക്കാനാണ്. അതേസമയം വയല് കേട്ടാൽ നന്നാവൂല എന്നൊന്നും എനിക്ക് വാദമില്ല. ഉദാഹരണം നോക്കിയോ, ഒന്നുകൂടി എഴുന്നേറ്റ് ഇരുന്നാട്ടെ. കണ്ട, റിസാലൊക്കെ ചേരുന്നതിന് മുമ്പ് തന്നെ പൈസ കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റ് നമുക്ക് പ്രീമിയം യൂണിറ്റ് ആക്കാൻ പറ്റും. പുത്തനത്താണ് ഡിവിഷൻ അല്ലേ ഇത്, അല്ലേ? അതെ, ഈ യൂണിറ്റ് നല്ല യൂണിറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരാശയം എന്താന്ന് വെച്ചാല്, നമുക്ക് സ്വർഗം കിട്ടണം. സ്വർഗം ലഭിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. ലോകത്ത് ഏത് നേട്ടവും ഏത് വിജയവും ലഭിക്കണമെങ്കിൽ കഷ്ടപ്പാട് ഉണ്ടെങ്കിലേ വിജയം ഉണ്ടാവുള്ളൂ. മൻജദ്ദ വജദ, പരിശ്രമിച്ചിട്ട് കിട്ടുന്നതാണ്. റാങ്ക് ഹോൾഡറായ ഒരു കുട്ടിയെ ഇന്റർവ്യൂ നടത്തി, മോൾക്ക് എങ്ങനെയാ ഇത്ര നല്ല മാർക്ക് റാങ്ക് കിട്ടിയതെന്ന് വെച്ചാൽ ആ കുട്ടി പറയോ, ഞാൻ ഡെയിലി നന്നായിട്ട് ഉറങ്ങും, നന്നായിട്ട് ഫുഡ് കഴിക്കും, ഗെയിം എൻ്റെ ജീവനാണ്, ഫോണ് പിന്നെ പറയാനേ ഇല്ല, അങ്ങനെ ആരെങ്കിലും പറയും. ഉറക്കൊഴിഞ്ഞ, കഷ്ടപ്പെട്ട, അധ്വാനിച്ച, മെനക്കെട്ട കഥ പറയാനേ അവർക്ക് ഉണ്ടാവുള്ളൂ. ഇന്ത്യൻ പട്ടാളക്കാർ ബൗണ്ടറിയിലേക്ക് വന്ന അതിർത്തിയിലുള്ള രാജ്യത്തെ തുരത്തി ഓടിച്ചിട്ട് ജയിച്ചാല് അവരോട് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ എങ്ങനെയാ ബിമനിൽ തഹാദിഹിൽ മൻസിലത്തിൽ ആലിയ, നിങ്ങൾ എങ്ങനെയാ ജയിച്ചടക്കിയത്? അത് അടുത്ത രാജ്യത്തിന്റെ പട്ടാളക്കാർ വന്നപ്പോൾ നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങി, അതിന്റെ സൗണ്ട് കേട്ടിട്ട് ഒരു പേടിച്ചോടിച്ചു. അങ്ങനെ ഉണ്ടാവും? ഇല്ല. ജാഗരൂകരായി അധ്വാനിച്ച് ഉറക്കൊഴിഞ്ഞ് പാർത്തിരുന്നപ്പോൾ നമുക്ക് കിട്ടിയതാണ് വിജയം എന്ന് പറയുന്നത്. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹൂ നെവർ സക്സീഡ് എന്നൊരു കവിതയിലുണ്ട് തുടക്കത്തിൽ, എമിലി ഡിക്കൻസൺ. എന്ന് പറഞ്ഞാൽ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ളതാണ് വിജയത്തിന്റെ മധുരം എന്ന് പറയുന്നത്. ഉറക്കൊഴിഞ്ഞതിന്റെ കയ്പ് നീരിൽ നിന്നാണ് റാങ്ക് ഹോൾഡർ എന്ന മധുരത്തിലേക്ക് വരിക. കണ്ടോ, ലൈസൻസ് കിട്ടിയോ? കിട്ടി. പാസ്സായോ? പാസ്സായി. എങ്ങനെ? കുറച്ച് ഞാൻ പരിശീലിച്ചിരുന്നു. നീന്തൽ പഠിച്ചു. എങ്ങനെ? ഞാൻ കുറച്ച് അധ്വാനിച്ചിരുന്നു. ഏത് വിജയത്തിന്റെയും പിന്നിൽ ഒരു അധ്വാനത്തിന്റെ കഥ ഉണ്ടാവും. ഇപ്പോഴത്തെ ലിബറൽ ചിന്താഗതിക്കാര് പറയണത് എന്താണെന്നറിയോ? ഇസ്ലാം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ പറയണത്. എടാ മോനെ, കുറച്ച് സ്ട്രിക്റ്റ് ഉണ്ടാവുമ്പോഴല്ലേ വിജയം കിട്ടുള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺട്രോളാണ്. പെണ്ണിനെ കൺട്രോൾ ചെയ്യുന്നു, ഇബാദത്തുകൾ കൊണ്ട് എടാ പൊന്നുമോനെ, കൺട്രോൾ ഉണ്ടെങ്കിലല്ലേ വിജയം ഉണ്ടാവുള്ളൂ. നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് രാത്രി 3:30 എണീക്കാൻ വേണ്ടി അലാറം വെക്കൂലേ? യെസ്, വെക്കും. എന്തിന്? കൺട്രോൾ. എന്തിനെ കൺട്രോൾ? ഉറക്കിനെ കൺട്രോൾ. അത് നീയും വെക്കാറില്ലേ? ലിബറൽ അല്ലേ? നീ വെക്കാറില്ലേ? എന്തുവാടാ ഉറക്കിനൊക്കെ കൺട്രോൾ ചെയ്യാല എന്ന് നീ ചിന്തിക്കാത്തത്? എന്നിട്ട് നീ ഇന്നെങ്ങാനും എഴുന്നേറ്റിട്ടില്ല ബയോളജി, നാളെ ഫിസിക്സ് എക്സാം. ആ ഫിസിക്സിന്റെ എക്സാമിന് തലേന്ന് രാത്രി എഴുന്നേൽക്കാൻ കഴിയോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ ഇന്നലത്തെ അലാറത്തിനേക്കാൾ ഡോസ് സൗണ്ട് കൂടിയ ചെവിയിൽ തുളഞ്ഞു കയറുന്ന അലാറം വെക്കൂല നീ? അത് സ്ട്രോങ് കൺട്രോൾ അല്ലേ? കൺട്രോൾ ചെയ്യുന്നില്ല. സ്മൂത്തായിട്ട് ഹെവി ആയിട്ട് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ, പ്രായമുള്ള ഒരാൾ മുന്നിലൂടെ, ഒരു ചെറിയ കുട്ടി മുന്നിലൂടെ പോകുമ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ബ്രേക്ക് ചവിട്ടുന്നു. 100-ൽ പോകുന്ന, ഫാസ്റ്റിൽ പോകുന്ന ഇന്നോവ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുക എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് അല്ല. പിന്നെന്താ? ആ കൺട്രോൾ ഇല്ലെങ്കിൽ അവരുടെ ജീവനോ നമ്മുടെ ജീവനോ അപകടത്തിലാകും. ചില കൺട്രോളുകളില്ലെങ്കിൽ നാളെ നരകത്തിലെത്തും. അത് വളരെ മാന്യമായിട്ട് ഇസ്ലാം പറയണു. കൺട്രോളുകൾ നിർബന്ധമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
ഉസ്മത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. കുറച്ച് വിഷമങ്ങളൊക്കെ സഹിക്കുമ്പോഴാണ് സ്വർഗം കിട്ടുന്നത്. നിങ്ങൾ നോക്കൂ, തണുത്ത രാത്രി, തണുപ്പുള്ള വെള്ളം, പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദിൽ എഴുന്നേറ്റ് അവയവങ്ങൾ നീട്ടിക്കഴുകിയിട്ട് വുളു എടുക്കുമ്പോൾ ആ കഷ്ടപ്പാട് ഭയങ്കര. അതിന് നിനക്ക് സ്വർഗം ഓഫറുണ്ട്. അത് ഉറപ്പല്ലേ? കഷ്ടപ്പെടുന്നവർക്കല്ലേ സ്വർഗം കിട്ടുക. അത് ദുനിയാവിൽ ഏത് വിജയം അങ്ങനെ തന്നെയല്ലേ. ഒരു ഉദാഹരണത്തിന് ജസ്റ്റ് പാസ്സാകുന്ന ആളും ഉണ്ടാവും, നല്ല ഹൈ ലെവൽ മാർക്ക് വാങ്ങുന്ന ആളും ഉണ്ടാവും. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി, ആ കുട്ടിക്ക് SSLCക്ക് +2 ഡിഗ്രിക്ക് ജസ്റ്റ് പാസ്സാവണമെന്നേ ഉള്ളൂ. എങ്കിൽ ആ കുട്ടി കല്യാണത്തിനും പോയി, മാളിലും പോയി, നന്നായിട്ട് അടിച്ചു പൊളിച്ച് കുറച്ചൊക്കെ പഠിച്ച്, സുന്നത്തില്ല, ഫർള് മാത്രം, നിർബന്ധമായത് എക്സാമിന് വരുന്നത് മാത്രം പഠിക്കും. എക്സ്ട്രാ പഠനമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ആവണം എന്ന് പറഞ്ഞ സമയമില്ല എന്നുള്ളിടത്തോളം മൂപ്പര് SSLCക്ക് ജസ്റ്റ് പാസ്സാവും. അതേസമയത്ത് ചില കുട്ടികൾ അങ്ങനെയല്ല, കല്യാണത്തിന് പോവില്ല, പരിപാടിക്ക് പോവില്ല, ഒന്നിനും പോവില്ല, ഫുള്ള് പഠനം, എല്ലാ സമയത്തും പഠനം. അത് ഔലിയാക്കളുടെ മോഡലാണ്. അവരെന്ന് പറഞ്ഞാൽ ഭൗതിക സുഖങ്ങളെ ത്യജിച്ചവരാണ്. അവർക്ക് ദുനിയാവിന്റെ ടേസ്റ്റ് തന്നെ വേണ്ട. അവർ PhDക്ക് ഒരുങ്ങിയിട്ടാ, അവർ B.Edന്റെ മാർക്കും ലക്ഷ്യം വെച്ചിട്ടാ മുന്നിട്ടിറങ്ങണത്. അവർക്ക് ജസ്റ്റ് പാസ് പോരാ. അപ്പൊ സ്വർഗം എന്ന് പറയുന്ന ലോകം മുഅ്മിനീങ്ങളെ അങ്ങനെ ഉഡായിപ്പിലൂടെ കിട്ടുന്ന ഒരു ലോകമല്ല, പിന്നെ കഷ്ടപ്പെട്ടാൽ കിട്ടുന്നതാണ് സ്വർഗം. ചെറിയ കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കുറച്ച് ആ കഷ്ടപ്പാടുകളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ജീവിതത്തിന്റെ ഒരു ഹരമായിട്ട് മാറും. അതാണ് വിജയിയുടെ അടയാളമായി ഇമാം ഷാത്തിബി റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ഇഅ്തിസാമിൽ പറയുന്നതാണ്, ഒരാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇബാദത്ത് ഒരു ഹരമായി മാറും, ഹരമായി മാറും. അതാ ഒരു മഹാൻ അള്ളാഹിനോട് പറഞ്ഞത്, എന്താ റബ്ബേ, ഖുർആനിൽ വലിയ സൂറത്തൊക്കെ ഇറക്കിക്കൂടെ? ആകെയുള്ളത് അൽബക്കറിയ ഇമ്രാനല്ലോ, അതെല്ലാം 2, 3, 5 മണിക്കൂർ കൊണ്ട് തീരുന്നു. ഒരു വലിയ സൂറത്ത് വേണേനു. ഓർക്ക് ഇബാദത്തിനോടൊരു ഹരമാണ്. അതുകൊണ്ടാണ് അവർ മരണവെപ്രാളത്തിലും ദിക്റിലായി ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. ഖബറിൽ നിസ്കരിക്കാൻ തരണേ എന്ന് ദുആ ചെയ്യുന്നു. ആരെ? സാബിത്ത് ബിൻ അസ്ലം അൽ ബുനാനി റളിയല്ലാഹു അൻഹു. എന്താ കാരണം? അവർക്ക് ഇബാദത്ത് ഒരു ടേസ്റ്റാണ്, ഇബാദത്ത് ഒരു ആനന്ദമാണ് അവർക്ക്. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, പുസ്തകം വായിച്ച് 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 ബൈബിൾ ഫൈലാവും, പുസ്തകം പുഴുവാവും. അവർക്ക് വായന എന്ന് പറഞ്ഞ ഒരു ഹര. അതേസമയത്ത് ഓൻ്റെ അതേപോലത്തെ ഒരു സുഹൃത്തുണ്ടാവും, ഓൻ്റെ ഒന്നിച്ച് പഠിക്കുന്നത്. അച്ഛനെ പത്രം പോലും വായിക്കൂല. ഓനക്ക് ഉറക്കം കിട്ടണമെങ്കിൽ ഒരു പുസ്തകം കൊടുത്താൽ മതി. പുസ്തകമാണ് അവൻ്റെ ഉറക്കുകുളിയ. ഒരു ഹോസ്പിറ്റലിൽ ഒരേ വാർഡിൽ കിടക്കുന്ന ഒരാൾ ശ്വാസം ഇല്ലാതെ ഇങ്ങനെ സഫോക്കേഷനായിട്ട് മരിക്കുന്നു, മറ്റേയാൾക്ക് ഇഷ്ടം പോലെ ശ്വാസാന്തരീക്ഷത്തിലുണ്ട്. അതേപോലെ ഇന്ന സഅയകും ലശത്താ, നിങ്ങൾ എന്ന് പറഞ്ഞ വ്യത്യസ്തരാണ്. ചിലർ പൈസ ഉണ്ടാക്കുന്നത് കിണറിലേക്ക് ഇറങ്ങിയിട്ട്, ചിലർ പൈസ ഉണ്ടാക്കുന്നത് തെങ്ങുമ്മ കയറിയിട്ട്. അവിടെയാണ് നമ്മൾ എവിടെ എത്തണം എന്ന് ചിന്തിക്കേണ്ടത്. 5 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഒരാൾക്ക് സ്വർഗം ലഭിക്കുക. ഒന്നാമതായി ഒരാൾ ചിന്തിക്കേണ്ടത് അതാ ഒന്നാമത്തെ കാര്യം. എന്താ അതിന്റെ അർത്ഥം? ശരീരത്തെ തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്തണം. ഈ ഇബാദത്താണ് ഇസ്ലാമിൽ 1ാം സ്ഥാനമുള്ള ഇബാദത്ത്. ഗീബത്ത് പറയാൻ ചാൻസ് കിട്ടിയിട്ട് പറയാതിരിക്കൽ, ആ സദസ്സിന്ന് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ പറയുന്നത് ബ്ലോക്ക് ചെയ്യുക, എന്നോടത് പറയണ്ടെന്ന് പറയുക എന്ന് പറയുന്നത് 1000കണക്കിന് ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമാണ് എന്ന് അൽ ഫവായിദുൽ മുഖ്താർ എന്ന ഗ്രന്ഥം പറയുന്നുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും വലിയ ഇബാദത്ത് അവിടെയാണ് കിടക്കുന്നത്. തെറ്റില്ലാത്ത ജീവിതം സൃഷ്ടിക്കൽ, അതാണ് ഈ റജബിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ബയ്യിൽ സ്വഹീഫതക സൗദാ ഫീ റജബിൻ
ഈ റജബ് മാസത്തിൽ നിന്റെ കറുത്തുപോയ ഏടുകളെ നീ വെളുപ്പിക്കണം, എല്ലാ തെറ്റും മായ്ച്ചു കളയണം. അതാണ് നമ്മളിൽ ഒന്നാമത് ഉണ്ടാവേണ്ടത്. അവിടെ റൂഹുൽ ബയാൻ എടുത്ത് ഉദ്ധരിക്കുന്ന ആയത്ത് വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. തെറ്റിൽ നിന്ന് നീ ജീവിതത്തെ, ശരീരത്തെ പിടിച്ചു നിർത്തൂ, നിനക്ക് സ്വർഗം മുന്നിൽ ഓഫറായിട്ടുണ്ട്. ഇതാണ് മോമിനീങ്ങളെ ഒന്നാമത് നമ്മൾ നേടിയെടുക്കേണ്ടത്. കുറേ ദിക്ർ, കുറേ സ്വലാത്ത്, അതെല്ലാ മനുഷ്യന്മാർക്കും കഴിയും. പക്ഷെ തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ട് ചെയ്യാതിരിക്കുക, അത് അള്ളാഹിൻ്റെ ഇഷ്ടക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നതാണ്. അത് അള്ളാഹിൻ്റെ ഇഷ്ടക്കാർക്കേ കഴിയുള്ളൂ. കുറേ ദിക്ർ അല്ലെങ്കിൽ സാന്ത്വന പ്രവർത്തനം, ദീനീയ കാര്യങ്ങൾ, അത് എല്ലാവർക്കും കഴിയും. തെറ്റിൽ നിന്ന് മാറി നിൽക്കലാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരുടെ അടയാളം. ബിദായത്തുൽ ഹിദായ എന്ന ഗ്രന്ഥം അത് പറയുന്നു. അവിടെയാണ് നമ്മൾ ഒന്നാം സ്ഥാനം നേടേണ്ടത്. ഒരു തെറ്റ് ചെയ്യുമ്പോഴുള്ള ദുരന്തങ്ങൾ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിയേ. ഒരാൾ ഒരു അന്യ സ്ത്രീയെ, ഒരാൾ ഒരു അന്യ പുരുഷനെ, ഒരാൾ ഗീബത്തിനെ, അങ്ങനെ എന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഒന്ന് അയാളുടെ ശുദ്ധിയുള്ള ശരീരം നജസാവുന്നു, മറ്റൊന്ന് അയാൾ നരകത്തിലേക്ക് അടുക്കുന്നു, 3 സ്വർഗത്തിൽ നിന്ന് അകലുന്നു, 4 മലക്കുകളെ വെറുപ്പിക്കുന്നു, 5 അയാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്ത സ്ഥലം അയാൾക്കെതിരെ സാക്ഷി നിൽക്കുന്നു, 6 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിന് വേദന വരുന്നു. ഇങ്ങനെയൊക്കെ ദുരന്തങ്ങളില്ലേ ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്ന് ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ബഹ്റുദ്ദുമൂ എന്ന ഗ്രന്ഥം ചോദിക്കുന്നുണ്ട്. ഓരോ തെറ്റേയും ഇങ്ങനെയൊക്കെ പ്രശ്നമില്ലേ? നീ അന്യ പെണ്ണിനെ കാണരുത് എന്ന് മുത്തുനബിയെ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണമെന്ന് ആരാ പറഞ്ഞത്? അള്ളാഹു. അള്ള പറഞ്ഞ നിയമം റസൂലുള്ള നമ്മളോട് പറഞ്ഞു, നീ അന്യ പെണ്ണിനെ കാണരുത്. ഇനിയിപ്പോൾ ആരാ പറയേണ്ടത്? ഏൽപ്പിച്ചത് അള്ളാഹു, ഏറ്റെടുത്തത് തങ്ങൾ. ഇനി ആര് വന്നിട്ട് നമ്മൾ നന്നാക്കേണ്ടത്? അത് എനിക്ക് നടക്കുന്നില്ല. ശരി, നമ്മൾ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്തണം. കുറെ ഇബാദത്ത് ചെയ്യാൻ സ്ത്രീകൾക്കൊക്കെ കഴിയും. ആത്മീയ മജ്ലിസ്, എല്ലാ മജ്ലിസുകളിലും നമുക്ക് പങ്കെടുക്കാൻ കഴിയും. പക്ഷേ മോളെ, ഗീബത്ത് പറയാതിരിക്കണം, നമീമത്ത് പറയാതിരിക്കണം, ഫിത്നയിൽ പെടാതിരിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ നിങ്ങളോട് ബാബുൽ ഇക്റാഹിന്റെ ഒരു മസല പറഞ്ഞല്ലോ. നിർബന്ധിച്ചിട്ട് ഒരാൾ എന്തെങ്കിലും ചെയ്താൽ, ആ തെറ്റ് ചെയ്താൽ അത് തെറ്റാവില്ല. ഉദാഹരണത്തിന് പിടിച്ച് കള്ളു കുടിപ്പിച്ചു ക്യാമ്പസ് നങ്ങാനോ, അയാൾ കുറ്റക്കാരനാവോ? ഇല്ല. നിന്നെ ഇപ്പൊ കൊല്ലുന്നിട്ട് നോമ്പുറിപ്പിച്ചു, നോമ്പുറിച്ചാൽ ഹറാമിന്റെ കുറ്റം ഉണ്ടോ അവിടെ? ഇല്ല. സാധാരണ പകലില് ആരോഗ്യമുള്ള ഒരാൾ റമദാനിൽ നോമ്പുറിക്കാൻ പാടില്ല, അത് വൻദോഷമാണ്, ഹറാമാണ്. അതേസമയം നിർബന്ധിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യിപ്പിച്ചു. ഏതാ തെറ്റ്? ഒരാൺകുട്ടിയെയും പെൺകുട്ടിയെയും റൂമിലിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊല്ലുന്നു. എന്നാ തെറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. കാരണം അത്രയും വൃത്തികെട്ട തെറ്റാണ്. അതാണ് വ്യഭിചാരം എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, വ്യഭിചാരത്തിനേക്കാൾ വൃത്തികേടാണ് നീ പറയുന്ന ഗീബത്ത്. വ്യഭിചരിച്ച ആള് അള്ളാഹുവിനോട് തോപ ചെയ്താൽ ഒരു പക്ഷെ തോപ കിട്ടുമായിരിക്കും. ഗീബത്ത് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ പോരാ, ആരെയാണോ അയാളെ കണ്ടു പൊരുത്തപ്പെടിക്കണം. ഒരാളെ കണ്ടിട്ട് നമ്മൾ ട്രോളി കളിയാക്കി എങ്കിൽ അയാളെ കണ്ടിട്ട് പൊരുത്തപ്പെടിക്കുന്നതിന് പകരം കാബന്റെ കില്ല പിടിച്ചിട്ട് 60 കൊല്ലം പോയിട്ട് ദ്വാരന്നിട്ട് കാര്യമില്ല. അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കണം. അള്ളാഹു ആയിട്ടുള്ള തെറ്റ് അള്ളാഹു ഒരു വിധത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. മനുഷ്യരോടുള്ള തെറ്റ് അള്ളാഹ് ഒരു അഡ്ജസ്റ്റ്മെന്റും നടത്തൂലെന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുള്ളയുടെ തുഹ്ഫത്തുൽ മുഹ്താജ് 8ാം വാള്യത്തിൽ കാണാം. നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഏരിയ. ഇപ്പോഴത്തെ കാലത്ത് വരുന്ന ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യൽ മാത്രമല്ല, തെറ്റ് ചെയ്തതിനെ ബാക്കിയുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കും.
പരസ്യമാക്കും. നമ്മൾ മുഖേന ഒരു തെറ്റ് പഠിച്ചാലുള്ള ദുരന്തം എന്താ? ലോകത്ത് ഏത് കുടുംബ കലഹത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ കൊലപാതകം നടന്നാൽ അതിൻ്റെ എല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആർക്കുണ്ട്? ലോകത്താദ്യമായി കൊലപാതകം നടത്തിയ ഖാബീലിനുണ്ട്. ഉണ്ടല്ലോ, ഉണ്ട്. നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റെങ്ങാനും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്താൽ കിടു എന്ന് പറഞ്ഞ കിടു, അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി. ഞാൻ ലിങ്ക് വിട്ടുതരാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എടാ മോനെ, നീ തൗബ ചെയ്താൽ തന്നെ ആ ചെറുക്കൻ അവൻ എത്ര കാലം ആ തെറ്റ് ചെയ്യും, എന്തെല്ലാം തെറ്റ് ചെയ്യും. ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങൾ നീ തെറ്റിലൂടെ വഴി നടത്തുകയും ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ അതിൻ്റെ ദുരന്തം എത്രമാത്രം വലുതാണ്. അതിനേക്കാൾ പ്രശ്നമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റ് ചെയ്യുക എന്നിട്ടത് പരസ്യമാക്കുക, കോളേജിലെ കൂത്താട്ടത്തിന് കൂട്ടുവെക്കുക, അന്യ പെണ്ണും അന്യ പുരുഷനും ഒന്നിച്ച് വൃത്തികേടുകൾ ചെയ്യുക, ഫോട്ടോ എടുക്കുക. ഹറാമാണത്. അത് സ്റ്റാറ്റസ് വെക്കൽ, അത് ഹറാമല്ല, ധിക്കാരം. എൻ്റെ ഭാഷയല്ല, ഇബ്നു ബത്വാൽ തങ്ങൾ ശറഹുൽ ബുഖാരിയിൽ എഴുതി വെക്കുന്നു. അത് ധിക്കാരാണ്. ആരോട്? അള്ളാനോട്, റസൂലുള്ളാഹിനോട്, സ്വാലിഹീങ്ങളായ മോമിനിങ്ങളോട്. നീ ചെയ്ത തെറ്റ് പരസ്യമാക്കൽ നീ ഈ മഹാന്മാരോടുള്ള ധിക്കാരമാണ്. ചെയ്ത തെറ്റ് പരസ്യമാക്കുക, കല്യാണത്തിന് സർവ്വവൃത്തികേടും ചെയ്യുക, അന്യ പുരുഷനും സ്ത്രീയും കൂടി, എന്നിട്ട് ആ വീഡിയോ പിടിക്കുക, അത് വേറെ ഹറാം. അത് ഫാമിലി ഗ്രൂപ്പിലിടുക, അത് ഹറാമല്ലടോ, ധിക്കാരം. ധിക്കാരം. എടാ മോനെ, നീ കെട്ടിവെച്ചേക്കുന്ന കട്ടൗട്ടും ഫ്ലക്സ് ഒക്കെ ഉണ്ടല്ലോ, എടാ പോയി അതൊക്കെ? ആരെങ്കിലും നിനക്ക് ഗൂഗിൾ പേ ചെയ്തോ? ഈ കട്ടൗട്ടും ഫ്ലക്സും കെട്ടാൻ മുകളിൽ കയറിയ മോനെ ഒരു ദിവസം താഴെ ഇറങ്ങൂലേ? ഇറങ്ങും. എവിടെ താഴെ? ഈ ഭൂമിയിലല്ല മനുഷ്യന്മാരെ, അതിൻ്റെയും താഴെ 6 അടി മണ്ണിലേക്ക് ഒറ്റക്ക് പോണ്ടേ നമ്മൾ? അന്ന് ഏതെങ്കിലും സെലിബ്രേറ്റ്സോ ഏതെങ്കിലും സ്പോർട്സ് താരങ്ങളോ നമ്മുടെ കൂടെ ഉണ്ടാവോ? ഇല്ല. നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കും വിധത്തിൽ പരസ്യമാക്കിയാൽ ഇൽഹാറുൽ മഅസിയത്തിൽ ഇന്നാസി വഹുവ അബ്അദു ലിൽ മഗ്ഫിറ എന്ന് മജ്മൂഉർ റസായിലിൽ മുല്ല അലിയിൽ ഖാരി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. നീ തെറ്റ് ചെയ്തിട്ട് അത് പരസ്യമാക്കിയാൽ ആ തെറ്റ് പുറത്തു കിട്ടൽ വളരെ ബുദ്ധിമുട്ടാ മോനെ. പുതിയ കാലത്ത് അരുതായ്മകളിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഈ പ്രഭാഷണത്തിലൂടെ വാളിലൂടെ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ആത്മീയ പാഠം, തെറ്റ് ഞാൻ ചെയ്യൂല. കുറേ ഇബാദത്ത് ചെയ്യാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞോണമെന്നില്ല. തെറ്റ് ഞാൻ ചെയ്യൂല. സ്വർഗത്തിലേക്ക് പോകാൻ രണ്ടാമത് മഹാനവറുകൾ പറയുകയാണ്, മോനെ നീ ചിന്തിക്കേണ്ട ഒരു ചിന്ത എന്താണ്? ദുനിയാവ് കുറച്ച് മതി എന്ന് ചിന്തിക്കണം. അതാണ് സ്വർഗക്കാർക്ക് ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം. ദുനിയാവിൽ ഇങ്ങനെ കെട്ടി പറയരുത്. എത്രയാ ഷോപ്പുദ്ഘാടനം, എത്രയാ പണം. എല്ലാട മോനെ, വെറും പണം ഉണ്ടാക്കൽ മതിയോ? പോരാ. പണം എത്ര സമ്പാദിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പണത്തിന്റെ അഹിലുകാരായി മാറാൻ പാടില്ല. പണത്തിന്റെ അഹിലുകാരായാൽ എന്താ പ്രശ്നം? പണത്തെ പൂജിച്ച് അബ്ദു ദീനാറും അബ്ദു ദിർഹമുമായി മാറും. പണത്തെ ആരാധിക്കുന്ന ഭാവത്തിലേക്ക് അയാൾ എത്തും. പണം പണം പണം. അയാൾ എല്ലാ സമയം ചിന്ത അതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പണം ഇല്ല എന്നല്ല, റസൂലുള്ളാഹിക്ക് പണം വേണ്ടാന്നാണ്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദരിദ്രനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫഖീറിന്റെ അർത്ഥം അങ്ങനെയാണോ? അല്ല. അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ എന്നതിന്റെ താല്പര്യം അങ്ങനെയാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണം ഇല്ലാത്ത ആളെന്നല്ല, നബി തങ്ങൾക്ക് പണം വേണ്ടാത്ത ആളെന്നാ. വറാവദത്തുഹുൽ ജിബാലു, 5 പർവ്വതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിച്ചു, മിൻ ദഹബിൻ, സ്വർണ്ണാവട്ടെ എന്ന്. അതും എത്ര വലിയ കിടയറ്റ പർവ്വതങ്ങൾ.
ജബൽ അബി ഖുബൈസ് അടക്കാ ചോദിക്കുന്നത്, ഒരു മൺതരിയല്ല, ഈ പർവ്വതം മുഴുവനും സ്വർണ്ണാവട്ടെ എന്ന്. അപ്പോൾ തങ്ങളുടെ മറുപടി ആരുടെ 5 വന്നിന് നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് തന്നെയാ, ഗെറ്റ് ഔട്ട്, പുറത്താക്കുക എല്ലെണ്ണത്തിനും, തങ്ങൾക്ക് വേണ്ട. അപ്പൊ തങ്ങൾക്ക് പണം ഇല്ല എന്നല്ല, തങ്ങൾക്ക് പണം വേണ്ട. പണം നമ്മൾ സമ്പാദിക്കാം. പണം കൊണ്ട് ഒരാൾ എങ്ങനെയാ സ്വർഗത്തേക്ക് പോവുക? സമ്പാദിക്കുന്നത് മുഴുവൻ ഹലാലാവുകയും ചെലവഴിക്കുന്നത് മുഴുവൻ ഇബാദത്താവുകയും ചെയ്യുമ്പോൾ അയാൾക്ക് സ്വർഗത്തിലേക്ക് എത്താം. പണം ഒരാൾക്ക് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമൊന്നുമല്ല. അങ്ങനെ നമ്മൾ വിചാരിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടക്കാർക്ക് പണം ഉള്ളവരും ഉണ്ട്, പണം ഇല്ലാത്തവരും ഇല്ലേ? വളരെ ദരിദ്രനായി ജീവിച്ച സ്വഹാബത്തില്ലേ? വളരെ പണക്കാരനായി ജീവിച്ച സ്വഹാബത്തും ഇല്ലേ? അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഒരാൾക്ക് പണം കൊടുത്തു, അങ്ങനെയൊന്നും ഇല്ലേ ഇല്ല. പണം കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം. അത് നമ്മൾ ഒന്നാമത് ചിന്തിക്കേണ്ടത് ധൂർത്തുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ധൂർത്ത് പാടില്ല. ധൂർത്ത് ചെയ്യുന്ന ആൾക്കാരെ വേഗം ഇബ്ലീസ് മൂപ്പര് അഡ്മിനിയായ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ആഡ് ചെയ്യിപ്പിക്കും. ഉടനെ ചെയ്യുന്ന പരിപാടിയാണ് ധൂർത്തുണ്ട. ഓന് എത്ര വലിയ ആജിക്കല്ല, ഇബാദത്തല്ല, അങ്ങേയറ്റത്തിന്റെ മനുഷ്യനാണെങ്കിലും ചിലപ്പോ തങ്ങളെ കൊണ്ട് ഉസ്താദിനെ കൊണ്ടല്ല വീട് കൂടല് മൗലിദ് എല്ലാം ഉണ്ടാവും. ശരി, ധൂർത്തുണ്ട. ഇബ്ലീസ് വേഗം കെണിയിൽ പെടുത്തും. അത് ചിലപ്പം വെള്ളം ധൂർത്താക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഭക്ഷണം ധൂർത്തടിക്കുന്നവരായിരിക്കും, ചിലപ്പം മകളുടെ കല്യാണത്തിന് എല്ലാ ഫുഡും ഇറക്കിയിട്ട് ഹൈപ്പോക്രസി വാനിറ്റി പൊങ്ങച്ചുള്ള ആളായിരിക്കും. ഇബ്ലീസ് വേഗം ചാക്കിലാക്കുന്ന ഒരു വിഭാഗമാണ്. ധൂർത്ത് നമുക്ക് പാടില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു കല്യാണ സദ്യയിൽ ക്ഷണിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പങ്കെടുത്തപ്പോൾ കണ്ടത് ഒരു സുർമ കുപ്പി വെള്ളി കൊണ്ടുണ്ടാക്കിയത്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. കാരണം സുർമ കുപ്പി വെള്ളി കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. കണ്ടോ? അങ്ങനെ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ വീട്ടിൽ നടത്തുന്ന കല്യാണം മാതൃകാപരമായ കല്യാണമായിരിക്കണം. എല്ലാവർക്കും യെല്ലോ കളർ, പെൺകുട്ടികൾക്ക്, ബോയ്സിന് ഗേൾസിന് മുഴുവൻ റെഡ് കളർ. ഇന്നലെ പുതിയതൊന്നിട്ടുണ്ടെങ്കിൽ നാളെ വേറൊന്ന്. ഇതൊക്കെ ആരെ കാണിക്കാനാണ് നമ്മൾ ചെയ്യണത്? ഇതെല്ലാം ധൂർത്തിന്റെ ഗണത്തിൽ പെടുമെന്ന ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് പെൺകുട്ടികൾ പറയണത് ഭർത്താവിനോട്, അടുത്ത ആഴ്ചയാണ് എൻ്റെ മെയിൻ ഫ്രണ്ടിന്റെ കല്യാണം, ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. അല്ലടി, കഴിഞ്ഞ ആഴ്ചയല്ലേ പെരുന്നാൾ കഴിഞ്ഞേ? ശവ്വാൽ നോമ്പ് തീർന്നിട്ടല്ലേ ഉള്ളൂ, ആ പെരുന്നാളിന്റെ ഡ്രസ്സ് ഇട്ടാ പോരെ? അപ്പൊ അവളുടെ മറുപടി, ആ പെരുന്നാളിന്റെ ഡ്രസ്സ് എല്ലാരും കണ്ടിന്. എന്നാ പിന്നെ ആ ഡ്രസ്സ് ചാക്കിൽ പൊതിഞ്ഞു കൊണ്ടുപോയി, ആരും കാണൂലല്ലോ. ഒരു വട്ടേ ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ. എന്നിട്ടും നമ്മൾ പറയുന്ന വർത്തമാനം നോക്കൂ. എന്നിട്ട് നമ്മൾ നബി സ്നേഹികൾ അല്ലെ? അലി റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഫുഡില്ലാത്തത് കൊണ്ട് 40 സ്വഹാബത്തിന്റെ വീട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും പണം കിട്ടുമോ കടമായിട്ട് എന്ന് ചോദിച്ച ചരിത്രമുണ്ട്. തിന്നാനില്ലാത്തതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹുവിന് ബോധം നഷ്ടപ്പെട്ടു പോയത് ചരിത്രത്തിൽ നമുക്ക് കാണാം. 2 കറി കണ്ടപ്പോൾ അനസ് റളിയല്ലാഹു കരഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ നേതാവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ദുനിയാവിൻ്റെ അഹലുകാരാവും. രണ്ടാമത്തെ, നമുക്ക് ഒരിക്കലും അലച്ച ഉണ്ടാവാൻ പാടില്ല. അലച്ച, ആർത്തി. 1 ധൂർത്ത് പാടില്ല, 2 ആർത്തി പാടില്ല. കിട്ടിയാലും മതിയാവില്ല. നിലവിലെ സാലറി 30,000, പിന്നെ കൂടാനുള്ള ചർച്ചയാണ്. പിന്നെ അത് കൂടിയാലും മതിയാവോ? ഒരു ബോസ് ഒരു സ്റ്റാഫിനോട് പറഞ്ഞു, നിന്റെ പെർഫോമൻസ് കംഫർട്ടബിൾ ആയതുകൊണ്ട് 30,000 ആയിട്ട് സാലറി കൂട്ടിയിട്ടുണ്ട്. അടിപൊളി, ശരി. പിറ്റേത്തെ ആഴ്ച ബോസ് വന്നിട്ട് 35,000 ആക്കിയിട്ടുണ്ട്. പിന്നെ വരുമ്പോ എല്ലാം ചിന്തിക്കും, 40,000 ആക്കിയിട്ടുണ്ടാവില്ലേ? ഇതെന്തെങ്കിലും പറയോ ബോസിനോട്? ഇതെത്രയാ കൂട്ടിത്തരുന്ന മാതി, അനക്ക് പൈസ ഉണ്ടാ സ്വാമി, അങ്ങനെ ആരൊക്കെ പറയോ? ഇല്ലല്ല. ആർത്തി നമ്മുടെ ജീവിതത്തിൽ പാടില്ല.
ഈ ആർത്തി കൊണ്ട ഇൻഷുറൻസ് ഒക്കെ എടുക്കുക. കാരണം തവക്കുലും ഈമാനും കുറയുന്നവരെ ഇൻഷൂറിൻ്റെ അഹലുകാരുള്ളൂ. ഉസ്താദേ അങ്ങനെയൊന്നുമല്ല. പിന്നെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ആ അപകടം പറ്റാതിരിക്കാൻ അള്ളാഹിനോട് കാവൽ അല്ല, അങ്ങനെ നമ്മൾ ഉസ്താദ് ഈ ഉസ്താദിനോട് പറഞ്ഞു ഒന്നും നടക്കുകയും ചെയ്യില്ല. ഓക്കെ എടാ മോനെ, അള്ളാഹുവിൽ തവക്കുലുണ്ടെങ്കിൽ നീ ഇൻഷുർ എടുക്കുമോ? അതില്ലാത്തോണ്ടല്ലേ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എത്ര കടബാധ്യത ഉണ്ടെങ്കിലും ലോൺ എടുക്കാം എന്നല്ല, ആ കൗലെടുത്തിട്ട് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുപോകാം എന്നല്ല, പലിശ ഹലാലാക്കുന്ന കൗലുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങല്ല വേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്തിളാറുൽ ഫർജി മിനല്ലാഹി ഇബാദത്തുൻ. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ റബ്ബ് എനിക്ക് പരിഹരിച്ചു തരും എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ല, അതാണ് ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന വലിയൊരു ഇബാദത്ത്. നിങ്ങൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് പ്രതീക്ഷയോടെ എൻ്റെ അള്ള ഇതെല്ലാം കാണുന്നുണ്ടല്ലോ ഉസ്താദെ, എനിക്കെല്ലാം അള്ള പ്രതീക്ഷയോടെ പൂർത്തിയാക്കി തരും എന്ന് ചിന്തിക്കുന്നത് വലിയ ഇബാദത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ഹദീസ ഇന്തിളാറുൽ ഫർജി മിനല്ലാഹി ഇബാദത്തുൻ. എൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും എൻ്റെ റബ്ബ് പരിഹരിച്ചു തരും എന്ന് ചിന്തിച്ച് വെയിറ്റ് ചെയ്യുന്നത്, ഐ ആം വെയിറ്റിംഗ് ഹിയർ അല്ലാഹ്, ഞാനിവിടെ കാത്തിരിക്കുകയാണ്. എൻ്റെ മോളെ പ്രായം ഇങ്ങനെ കൂടുകയാണ്, 20-21 തൊലി കറുത്തത് കൊണ്ട് അല്ലെങ്കിൽ സമ്പത്ത് കുറഞ്ഞത് കൊണ്ട് വഴിയില്ലാത്തത് കൊണ്ട് പല പുതിയാപ്പിളമാരും മുടങ്ങിപ്പോകുന്നു. പക്ഷെ എനിക്ക് ടെൻഷനില്ല, കാരണം എനിക്ക് മോളെ തന്നത് നീയാണ്, നീ എൻ്റെ പ്രശ്നം പരിഹരിച്ചു തരും എന്ന് ചിന്തിച്ചിട്ട് നീ 2 വർഷം വെയിറ്റ് ചെയ്യണ ആ കാത്തിരിപ്പില്ല മോനെ, അത് വലിയ ഇബാദത്താണ്. ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം ഹാഫിള് സുയൂത്തി റഹിമഹുള്ളാഹ് ഒരു കിതാബ് തന്നെ ഉണ്ട്. ഇബ്നു അബി ദുനിയ തങ്ങളുടെ ഗ്രന്ഥത്തെ ഇഖ്തിസാർ ചെയ്തുകൊണ്ട് സുയൂത്തി ഇമാമിന്റെ പ്രൗഢമായ ഗ്രന്ഥം. ഈ സമ്പത്തിനോട് ആർത്തിയും ദൂർത്തൊക്കെ വരുന്നത് തവക്കുലിൻ്റെയും ഈമാനിൻ്റെയും കുറവാണ്. എന്താ ഇങ്ങനെ സമ്പാദിക്കുന്നത്? അത് ഞാനായിട്ട് പെട്ടെന്ന് മരിച്ചാൽ എൻ്റെ മക്കളെ കാര്യം, നിൻ്റെ കാര്യം എന്താവും ആദ്യം നോക്കട്ടെ. മരിച്ച മക്കളെ കാര്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളിൽ അടിപൊളി ഫുഡ് കിട്ടൽ യത്തീങ്ങാനിലെ പിള്ളേർക്കാണ്. ഈ അടുത്തൊരു യത്തീങ്ങാൻ്റെ പരസ്യം തന്നെ കണ്ടത്, ചേർത്താൽ യത്തീം കുട്ടിക്ക് 2500 സ്റ്റേപ്പൻഡ് കിട്ടുമെന്നാണ്. ആ വാർത്തയൊന്നും നമ്മളെ കുട്ടികൾ കാണാതിരിക്കാൻ പ്രത്യേകം ദ്വാരുന്നോളി. ഏടെല്ലാം സ്കൂട്ടർ അടിച്ചിട്ട് ആരെല്ലാം മരിക്കുന്നുണ്ട് നാട്ട് ഒരു ചിന്തിച്ചിനെങ്കിൽ പ്രശ്നമാണ്. എന്നിട്ട് നമ്മൾ മരിച്ച മക്കളെ കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ നായൻ്റെ എല്ലാം അകിട് കണ്ടിനാ ഒട്ടിയത്, എന്നിട്ട് അതിനെത്ര കുട്ടികളാണ് കുട്ടപ്പന്മാരെ പോലത്തെ പാലും കൊടുത്തിട്ട് അള്ള വളർത്തുന്നില്ലേ? ഈ നിരാശാബോധം നമുക്കുള്ള സംഭവം. ഇപ്പോൾ ഒരു വേട്ട പഠിപ്പിച്ച നായനെ ഒരു മുയലിനെ ഒരു മാന്യോ പിടിക്കാൻ വേണ്ടിയിട്ട് അയച്ചു. എന്നിട്ട് ആ മുയലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി, കിട്ടിയിട്ടില്ല. 5 കിലോമീറ്റർ ഓടിയിട്ട് ആ നായ തിരിച്ചു വന്നാൽ നായ ആത്മഹത്യ ചെയ്യോ? ബയോളജിക്ക് A+ ഇല്ലാത്തതുകൊണ്ട് ടെൻഷൻ, മൂഡ് ഓഫ് എന്ന് ഇമോജി ഇടോ? അതെല്ലാം മനുഷ്യന്മാർക്കുള്ള കാര്യമാണ്, ജീവികൾക്ക് ആ പ്രശ്നമില്ല. നമുക്കാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്. അള്ളാഹുവിൽ തവക്കുലില്ലാത്ത പ്രശ്നം നമുക്കുണ്ടോ? ജീവിതത്തിന് ഒരു സമാധാനം ഉണ്ടാവില്ല. ചെറിയൊരു അസുഖം മക്കൾക്ക് വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജോലിയിൽ വരുമ്പോൾ, ഇപ്പം ആരോടെങ്കിലൊക്കെ ജോലി എന്താന്ന് ചോദിക്കാൻ തന്നെ പേടിയാ. കാരണം ഉസ്താദ് മദ് ലാസിമാണെങ്കിൽ മനസ്സിലാക്കാം, നീട്ടി വിളിക്കുമ്പോൾ തന്നെ തിരികെ ഇതെന്തോ പരാതിയാ പറയുന്നത്. എന്താ പറയല്? ആ ലോക്ക്ഡൗൺ എല്ലാം തീർന്നിട്ട് എത്ര കാലായി, ഇപ്പോൾ അതിൻ്റെ ബേക്കിൽ തന്നെ സ്കൂട്ടർ എടുത്തിട്ട് പോകാലും നിർത്തണം. നമ്മൾ എന്തൊക്കെ ഉണ്ട് വർത്താനം? അൽഹംദുലില്ലാ, സന്തോഷം. അവലുമായി ഉദാവന ഫിൽ ജന്ന ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് ക്ഷണിക്കൽ ആരെയെന്നറിയാം? അൽ ഹമ്മാദൂന ഫിസ്സറാഇ വല്ലറാ. എപ്പോഴും അൽഹംദുലില്ലാ പറയുന്ന ആളെയാണ്. വരി വരി വരി, നിങ്ങൾ വരില്ല. എന്താ ജൂനിയർ വിഭാഗം ഭക്ഷണശാലയിലേക്ക് പോകേണ്ടതാണെന്ന് സാഹിത്യോത്സവന് അനൗൺസ് ചെയ്യുന്നതാണല്ലേ? അതേപോലെ അൽഹംദുലില്ലാ പറഞ്ഞ് സ്ഥിരം നടന്ന മനുഷ്യന്മാർ വരി. ആ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിൽ നിന്ന് പറയണമെങ്കിൽ ആർത്തിയുടെയും ദൂർത്തിൻ്റെയും അഖിലുകാരാവരുത്. കണ്ട വണ്ടി എനിക്ക് വാങ്ങണം, കണ്ട ഫോണ് വാങ്ങണമെന്ന് ചിന്തിക്കുന്ന മക്കളാവരുത്. കഫം മുടക്ക് പോക്കറ്റില്ല, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല.
ഈ സമ്പത്ത് മുഴുവനും കൂമ്പാരം പോലെ ഉണ്ടാക്കിയ മനുഷ്യന്മാരാരും വിജയിച്ചിട്ടില്ല. സമ്പത്ത് കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം, അതിന് ആർത്തി ഉണ്ടാവാൻ പാടില്ല, ധൂർത്തുണ്ടാവാൻ പാടില്ല. ഓരോ പണവും ചെലവാക്കുമ്പോൾ നീ ചിന്തിക്കണം, മിന്നൈനക്തസബ വഫീമൻ ഫഖ. ഈ രണ്ട് ചോദ്യങ്ങൾ കൃത്യമായി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ അള്ളാന്റെ മുമ്പിൽ നിന്ന് നമുക്ക് നടന്നു പോവാൻ കഴിയില്ല. എവിടെന്നാ സംഭവിച്ചത്? ആളെ പറ്റിച്ചിട്ടല്ലേ. ഓട്ടോറിക്ഷക്ക് ശരിക്കും നീ നെയ്റ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മാനെ പറ്റിക്കല്ലേ ചെയ്തത് എന്ന ചോദ്യം നമ്മളോട് ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചാൽ എന്താണ് നമ്മൾ മറുപടി പറയുക? പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമ്മൾ ആലോചിക്കണം. 5 പൈസ അന്യായമായി നമ്മൾ വസൂലാക്കാൻ പാടില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് നല്ലൊരു സംഖ്യ കടം കൊടുത്തു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതിന്റെ ഡേറ്റ് ആയപ്പോൾ